ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, റിയാക്റ്റ്. അതായത് നമ്മൾ ഇന്ന് ട്രെൻഡിൽ, അതായത് ഇന്ന് ലോകത്ത് കൂടുതലായിട്ട് വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജാണ് റിയാക്റ്റ്. നമ്മൾ പണ്ട് കാലത്ത് നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ HTML, അതേപോലെ തന്നെ CSS, ജാവാസ്ക്രിപ്റ്റ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് വെബ് ഡിസൈനിങ് മേഖലയിൽ ജോലി കിട്ടാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇന്ന് ആ മേഖലയിൽ നിന്ന് മാറി വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ വെബ് ഡിസൈനർ എന്നുള്ളതിൽ നിന്ന് മാറി ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന മേഖലയിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ അവർ വെബ് ഡിസൈനിങ് ഭാഗവും അതേപോലെ തന്നെ ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, വെബ് ഡിസൈനിങ്ങും വെബ് ഡെവലപ്മെൻറ്റും ഇത് രണ്ടും കൂടി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇന്ന് കൂടുതൽ ജോലി സാധ്യതകൾ വെബ് ഡിസൈനിങ്, അതായത് HTML, ജാവാസ്ക്രിപ്റ്റ്, CSS എന്നിവ ഉൾക്കൊള്ളുന്നതിനേക്കാൾ അധികമായി ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ യൂസർ കാണുന്ന, ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ യൂസർ കാണുന്ന ഭാഗത്തിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്കിൽ, അതായത് സെർവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ബാക്ക് എൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഒരുപോലെ ഉപയോഗിക്കുന്ന ഡെവലപ്പേഴ്സിനെയാണ് ഇന്നത്തെ കറൻ്റിലി ജോബ് മാർക്കറ്റിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ ഈ മേഖലയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം സീരിയസിലായിട്ട് നമ്മൾ HTML, അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ CSS, അതേപോലെ തന്നെ jQueryൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ്, അതായത് കറൻറ്റ് ജോബ് മാർക്കറ്റിൽ കൂടുതൽ നീഡ്സിൽ, അതായത് കൂടുതൽ ഡെവലപ്പേഴ്സിന് ആവശ്യമുള്ള ഒരു മേഖലയാണ് റിയാക്റ്റ്. അപ്പോൾ നമുക്ക് ഈ റിയാക്റ്റ് എങ്ങനെ പഠിച്ചെടുക്കാം, റിയാക്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ അതിൻ്റെ ഓരോ കൺസെപ്റ്റുകൾ ഉപയോഗിക്കാമെന്നും വളരെ സിമ്പിളായിട്ടും നമുക്ക് എളുപ്പത്തിലും, അതേപോലെ കുറച്ച് തിയറി കൺസെപ്റ്റും, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കുറച്ച് പ്രാക്ടിക്കലുമായിട്ട് നമുക്കിത് മുന്നോട്ട് പോകാം. വെറും പ്രാക്ടിക്കലാണെങ്കിൽ നമുക്കിതിലെ പല കൺസെപ്റ്റുകളും മനസ്സിലാവില്ല. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് തിയറി ആയിട്ട് ഇതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കണം. അതുപോലെ തന്നെ നമുക്കിതിൽ എങ്ങനെ ഒരു പ്രാക്ടിക്കൽ വർക്ക് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് വർക്ക് എങ്ങനെ ചെയ്യാം എന്നും നമുക്കിതിൽ നോക്കണം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ തിയറി, അതായത് ഇതിലൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ ഇതിലെ ഓരോ കൺസെപ്റ്റും എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ വെറും കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ റിയാക്റ്റ് ഒരിക്കലും പൂർണ്ണമാവില്ല. അപ്പോൾ അതിലെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കണം. അപ്പോൾ എന്താണ് റിയാക്റ്റ്, എന്തിനാണ് നമ്മൾ റിയാക്റ്റ് പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് വാട്ട് ഈസ് റിയാക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് റിയാക്റ്റ് എന്ന് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് സിമ്പിളായിട്ട് W3 സ്കൂളിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ് ഡെവലപ്പേഴ്സിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് W3 സ്കൂൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വാട്ട് ഈസ് റിയാക്റ്റ് എന്ന് പറയുന്നുണ്ട്. റിയാക്റ്റ് ഈസ് എ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ക്രിയേറ്റഡ് ബൈ ഫേസ്ബുക്ക്. അതായത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് റിയാക്റ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ മുമ്പേ എഴുതി വെച്ച ഒരു കൂട്ടം കോഡിനെയാണ് നമ്മൾ ലൈബ്രറി എന്ന് പറയുന്നത്. പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ അത് റീയൂസ് ചെയ്തിട്ടാണ് നമ്മളത് വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് റിയാക്റ്റ്. റിയാക്റ്റ് ഈസ് എ യൂസർ ഇൻ്റർഫേസ് ലൈബ്രറി. അതായത് ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ യൂസർ എങ്ങനെയാണ് കാണുന്നത് ആ ഭാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, റിയാക്റ്റ് വർക്ക് ചെയ്യുന്നത്. റിയാക്റ്റ് ഈസ് എ ടൂൾ ഫോർ ബിൽഡിംഗ് UI കമ്പോണൻസ്. UI എന്ന് പറഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് കമ്പോണൻസ്. അതായത് ഒരു യൂസർക്ക് എങ്ങനെ വെബ്സൈറ്റ് എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്നൊരു ലൈബ്രറിയാണ് റിയാക്റ്റ്. അപ്പോൾ നമുക്ക് ഈ റിയാക്റ്റ് എങ്ങനെ പഠിച്ചു തുടങ്ങാം, അപ്പോൾ റിയാക്റ്റ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ റിയാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു പാക്കേജാണ് നോഡ് പാക്കേജ്. അപ്പോൾ ഇവിടെ വന്ന് നോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോഡ്
ഡൗൺലോഡ് നോഡ് എന്ന് കൊടുത്താൽ മതി. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഡൗൺലോഡ് നോഡ് എന്ന് ചേർത്ത് കൊടുത്തു. നോഡ് JS എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിതുപോലൊരു പേജ് തുറന്നു വരും. ഇതിലെ ഫസ്റ്റ് സെർച്ച് റിസൾട്ടിനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലൊരു പേജിലേക്ക് മൂവ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വിൻഡോസിനുണ്ട്, അതേപോലെ മാക് OSനുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ലിനക്സിനും ആവശ്യമായിട്ടുള്ള നോഡ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. അപ്പോൾ ഏതാണോ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനടിസ്ഥാനമാക്കിയിട്ടൊരു നോഡ് ഡൗൺലോഡ് ചെയ്യുക. നോഡ് ഇതിൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് LTS എന്ന് പറഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പല എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു LTS ആണ്. ലോങ് ടൈം സപ്പോർട്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമുക്ക് കുറേ കാലഘട്ടത്തിന്, അതായത് അടുത്തൊരു LTS വരുന്നത് വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഈ നോഡ് ഡൗൺലോഡിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്നും മെച്ചമുണ്ട്. കാരണം അതിൽ ബഗ്ഗുകൾ കുറവായിരിക്കും. അതേപോലെ ഇപ്പോൾ കറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി നമുക്കതല്ല ലേറ്റസ്റ്റ് വെർഷനാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ ഏതാണോ അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ LTS വെർഷൻ എന്ന് പറയുന്നത് 16.15.0 ആണ് ഇതിലെ വേർഷന്. എന്നാൽ കറൻറ്റ് വേർഷൻ എന്ന് പറയുന്നത് 18.1.0 എന്നുള്ളതാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നും അതിന് എത്ര ബിറ്റ് OS ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളെ കമ്പ്യൂട്ടറിൽ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ നോഡ് നമുക്കിതിൽ പല പാക്കേജുകൾ നോഡ് പാക്കേജ് NPM പല പാക്കേജുകളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോഡ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും നോഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കോഡ് ജാവാസ്ക്രിപ്റ്റ് റിയാക്റ്റിൽ എഴുതുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് അഡീഷണലായിട്ട് പല പാക്കേജസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ നോഡ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ എല്ലാ സെറ്റപ്പും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. മാർക്കറ്റിൽ പല ടെക്സ്റ്റ് എഡിറ്ററുകളും ലഭ്യമാണ്. അപ്പോൾ അതിലത്തെ ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഒന്നുകൂടി കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയും അതേപോലെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ എക്സ്റ്റൻഷൻസുകളും അതേപോലെ കുറേ പ്ലഗിൻസുകളും ഒക്കെ നമുക്കിതിലേക്ക് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് പല പാക്കേജസുകളും നമുക്ക് അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും അതേപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് റിയാക്റ്റ് കോഡ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും ഇത് ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒന്ന് നോഡ് JSഉം അതേപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡും. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് നമ്മൾ എവിടെയാണോ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ പ്രൊജക്റ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടേക്ക് പോകും. അപ്പോൾ തൽക്കാലം ഞാനിവിടുന്ന് ഒരു ഫോൾഡർ എൻ്റെ കമ്പ്യൂട്ടറിൽ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ലൊക്കേഷന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ആ ഭാഗം എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം ക്ലാസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോൾഡറിൻ്റെ പേര് ഞാൻ റിയാക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് പേര് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഈ പേര് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, CMD എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, കമാൻഡിൻ്റെ ഷോർട്ടാണ് CMD. അപ്പോൾ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് വരും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഡ് സ്പേസ് ഡോട്ട് എന്ന എൻ്റർ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ആ കറൻറ്റ് ഫോൾഡറിൽ നിങ്ങൾക്ക് ആ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഞാനിവിടെ
വിൻഡോസ് ഉബുണ്ടു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ടെർമിനൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിൻഡോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അഡ്രസ് ബാറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതുപോലെ അതിലാകുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീനായിരിക്കും വരിക. ഇതിലാകുമ്പോൾ നമുക്കിതുപോലെ ടെർമിനലാണ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, കോഡ് സ്പേസ് ഡോട്ട് എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് വരിക. ഓക്കെ, ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത നോഡും അതേപോലെ തന്നെ നോഡ് ഓക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതേപോലെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ റിയാക്റ്റ് മുമ്പേ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ നോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റ് ആണോ, നോഡിൻ്റെ വേർഷൻ ഏതാണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ടെർമിനലിൽ പോവുക, എന്നിട്ട് ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോഡിൻ്റെ വേർഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് നോഡ് എന്ന് ചേർത്തതിന് ശേഷം ചെറിയൊരു ഡാഷ് ഇടുക. അതിനുശേഷം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്ത നോഡിൻ്റെ വേർഷൻ ഏതാണോ അത് നമുക്കിവിടെ കാണിച്ചു തരും. അതേപോലെ തന്നെ നമ്മൾ റിയാക്റ്റിൻ്റെ വേർഷൻ ഏതാണോ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് PM എന്ന് ചേർത്തുകൂടെ, നോഡ് പാക്കേജ് മാനേജർ. അതിനുശേഷം ഇവിടെ വന്ന് വ്യൂ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിയാക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമ്മൾ കൊടുത്ത റിയാക്റ്റിൻ്റെ വേർഷൻ ഏതാണോ അത് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്ത നോഡ് വേർഷൻ എന്ന് പറയുന്നത് 17.9 അതേപോലെ റിയാക്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 18.1 ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് റിയാക്റ്റ് ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റിയാക്റ്റ് ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുക, NPX എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ക്രിയേറ്റ്, അതിനുശേഷം റിയാക്റ്റ്, അതിനുശേഷം ഇവിടെ വന്ന് ആപ്പ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, NPX അതിനുശേഷം സ്പേസ് റിയാക്റ്റ് ഡാഷ് അതിനുശേഷം ഡാഷ് ആപ്പ്, അതായത് ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ്. ഇതിൻ്റെ ഇടയിൽ ഓരോന്നിൻ്റെയും ഓരോ ഡാഷ് ഇടുന്നുണ്ട്. എന്നിട്ടൊരു സ്പേസ് ഇടുക. അതിനുശേഷം നമുക്ക് എന്ത് പേരിലാണോ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പേര് കൊടുക്കുക. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫുൾ സ്മാൾ ലെറ്ററിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ അത് എറർ ആയിരിക്കും വരിക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിനനുസരിച്ചായിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ നെറ്റ് നിർബന്ധമാണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ചാണ് നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ടൈം എടുക്കുന്നത്. കുറച്ചധികം ഫയൽ തന്നെ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വരേണ്ടതുണ്ട്. അപ്പോൾ നല്ലൊരു നെറ്റ് പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ഏതാണ്ട് ഒരു മിനിറ്റ് 50-30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് വരും. നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസും അതേപോലെ നിങ്ങളെ നെറ്റിൻ്റെ പെർഫോമൻസും അനുസരിച്ചാണ് നിങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് ഈ നോഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ മൈ ആപ്പ് എന്നുള്ള പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ കുറേ ഫയലുകളുണ്ട്. ഈ ഫയലുകൾ ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾ കറൻ്റിലി കിടക്കുന്നത് റിയാക്റ്റ് എന്ന ഫോൾഡറിലാണ്. ആ ഫോൾഡറിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മൈ ആപ്പ് എന്ന ഫോൾഡറിലേക്ക് പോകണം. ഇത് പലവർക്കും ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഈ ഫോൾഡറിലേക്ക് പോവാതെ നേരിട്ട് npm സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഏതാണോ ക്രിയേറ്റ് ചെയ്തത് ആ ഫോൾഡറിലേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ ഫോൾഡറിലേക്ക് പോകാൻ ഇവിടെ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, CD എന്ന് കൊടുക്കുക. CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി. എന്നിട്ട് ഏത് ഫോൾഡറിലേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോകുന്നത് മൈ ആപ്പ് എന്നുള്ള ഫോൾഡറിലേക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് എൻ്റർ അടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിയാക്റ്റ് എന്ന ഫോൾഡറിൽ നിന്നും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ മൈ ആപ്പ് എന്ന ഫോൾഡറിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് റൺ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, PM അതിനുശേഷം സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ കോഡുകളും എങ്ങനെയാണ്, അതേപോലെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഫയലുകൾ എന്താണെന്നും
എക്സാമ്പിൾ നോഡ് മൊഡ്യൂൾ എന്താണെന്നും പബ്ലിക് എന്താണെന്നും അതേപോലെ സോഴ്സ് എന്താണെന്നും അതേപോലെ പാക്കേജ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ തുടർന്ന് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വന്ന് npm ഇത് ജസ്റ്റ് റൺ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നത്. റൺ ചെയ്യിപ്പിക്കാൻ നിങ്ങളെ ഫോൾഡറിൽ ഈ ഫോൾഡറിലേക്ക്, അതായത് ഇപ്പോൾ കറൻ്റ് ഏത് ഫോൾഡറിലാണോ അതിൽ നിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോൾഡറിലേക്ക് പോവുക. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോൾഡർ എന്ന് പറയുന്നത് മൈ ആപ്പാണ്. അതിലേക്ക് നിങ്ങൾ പോയതിന് ശേഷം npm start എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്യുള്ളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനും ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ 1 മിനിറ്റ് മുതൽ സമയം എടുക്കാവുന്നതാണ്. ചിലപ്പോൾ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ വർക്കാവും. നിങ്ങളെ ഓരോന്നും കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ആ ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്യേണ്ട ടൈമും എടുക്കുന്നത്. അപ്പോൾ ഇത് ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്തു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് റണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഒരു പേജ് റൺ ചെയ്യിക്കുമ്പോൾ അതിൽ കുറച്ച്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് കുറച്ച് ഫയലുകളൊക്കെ ആഡ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ഡെമോ ആണ് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൽ ഓരോന്നും നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്നതിനെ തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ നോഡ് ഡൗൺലോഡ് ചെയ്യാമെന്നും അതേപോലെ എങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാമെന്നും വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിലെങ്ങനെ നമുക്ക് റിയാക്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നും ആ റിയാക്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെ ജസ്റ്റ് റണ്ണ് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചും ഒരു സിമ്പിളായിട്ടൊരു ട്യൂട്ടോറിയലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ നോഡിനെ റിയാക്റ്റിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക്, അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഈ ഫോൾഡറിൻ്റെ സ്ട്രക്ചറിന് ഓരോ ഫോൾഡറും എന്താണെന്നും അതിൻ്റെ ഉള്ളിൽ ഓരോ ഫയലുകളും ഏതാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.